ചാരുലത. നസ്തേനീർ എന്ന ശീർഷകത്തിൽ ടാഗോർ എഴുതിയ നീണ്ട കഥയുടെ പരിഭാഷയാണ് ചാരുലത. നസ്തേനീർ എന്നാൽ തകർന്ന കൂട് എന്നർത്ഥം. ചലച്ചിത്രകാരനായ സത്യജിത് റേ ഇക്കഥ അഭ്രപാളിയിലേക്ക് പകർത്തിയപ്പോൾ നൽകിയ പേരാണ് ചാരുലത. ആ പേരാണ് ഈ പരിഭാഷയ്ക്കും ശീർഷകമായി സ്വീകരിച്ചിട്ടുള്ളത്. 1901 ടാഗോർ രചിച്ച ഈ കഥ ഒരു വിശ്വാസ വഞ്ചനയെപ്പറ്റിയുള്ളതാണ്. രാഷ്ട്രീയ പ്രവർത്തകനും പത്രപ്രവർത്തകനുമായ ഭൂപതിയുടെ ഭാര്യ ചാരുലതയ്ക്ക് ഭർത്താവിൻ്റെ അകന്ന സഹോദരനായ അമലിനോടുള്ള ബന്ധമാണ് കൃതിയുടെ കാതൽ. ടാഗോറിൻ്റെ ആത്മകഥാംശമുള്ള ഒരു നോവലായിട്ടാണ് ഈ കൃതി പരിഗണിക്കപ്പെടുന്നത്. 1901 ടാഗോർ ഇക്കഥ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ ഉപരിപ്ലവ ബുദ്ധികളെ അതു നടുക്കം കൊള്ളിച്ചു. എന്നാൽ നിഷിദ്ധമായ സ്നേഹത്തെ വളരെ ഒതുക്കത്തോടും ഒട്ടും പങ്കിലമാക്കാതെയും ടാഗോർ ആവിഷ്കരിച്ചത് ആസ്വാദകരെ ആഹ്ലാദിപ്പിച്ചു. നസ്തേനീർ മികച്ച ഒരു കലാസൃഷ്ടിയായി അവർ വാഴ്ത്തി. ഇന്ന് ഈ കഥ ലോകമെങ്ങും വായിക്കപ്പെടുന്ന ഒരു മഹാസൃഷ്ടിയായി മാറിയിരിക്കുന്നു. നസ്തേനീർ സത്യജിത് റേയുടെ കൈകളിലൂടെ ചാരുലതയായി രൂപപ്പെട്ടപ്പോൾ അതിൻ്റെ ഖ്യാതി 10 മടങ്ങ് വർദ്ധിച്ചു. ഭാരതീയ ഭാഷകൾക്ക് പുറമെ നിരവധി ലോകഭാഷകളിൽ ഈ കഥ ഇതിനകം പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബംഗാളിയിലും മലയാളത്തിലും ഒരുപോലെ അവഗാഹം നേടിയ ശ്രീമതി ലീല സർക്കാർ ഇക്കഥ ലളിതവും സുന്ദരവുമായ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു.